നിരന്തരമായി ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ഹൂതികൾ ഇസ്രായേലിൽ നാശം വിതയ്ക്കുന്നത്. ഹൂതികളുടെ മിസൈലുകളും ഡ്രോണുകളും നിരന്തരം എത്തുന്നതിൻ്റെ അമ്പരപ്പിലാണ് ഇസ്രായേൽ ജനത. തെക്കൻ ഇസ്രായേലിലെ എയ്ലത്ത് നഗരത്തിലാണ് തുടർച്ചയായി ഇപ്പോൾ ഹൂതികൾ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഡ്രോണാക്രമണം നടത്തിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം. ചെങ്കടൽ തീരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എയ്ലത്ത്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്താണ് ഡ്രോൺ ഏലത്തിലെത്തിയത്. ഇസ്രായേലിനെ അമ്പരപ്പിച്ചത് ഇതാണ്. ഒരു ഷോപ്പിംഗ് ഏരിയയിലെ ഹോട്ടലിന് സമീപമാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ഡ്രോണിനെ തടയുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം തുറന്നു പറഞ്ഞു. 2 അയൺ ഡോം ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഡ്രോണിന് നേരെ തൊടുത്തുവിട്ടതായും ഈ ഇൻ്റർസെപ്റ്ററുകളെ കബളിപ്പിച്ചാണ് ഡ്രോൺ ലക്ഷ്യം കണ്ടതെന്നും സൈന്യം അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരത്തിനെതിരായ ഹൂതികളുടെ രണ്ടാമത്തെ വിജയകരമായ ആക്രമണമാണിത്. ഏലത്തിലെ 2 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. രണ്ടാമത്തെ ഡ്രോൺ ഇസ്രായേലിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടതായും ഹൂതികൾ വ്യക്തമാക്കി. ഏലത്തിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ പതിവായി ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഹോട്ടലിൻ്റെ പ്രവേശന കവാടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ആർക്കും പരിക്കില്ല. ഡ്രോണിനെ തിരിച്ചറിഞ്ഞെങ്കിലും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. എയ്ലത്ത് നഗരത്തിന് പുറത്ത് റാമോൺ എയർപോർട്ടിന് നേരെയും കഴിഞ്ഞ മാസം ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ എയർപോർട്ടിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഡ്രോണിനെ തിരിച്ചറിയാൻ സാധിച്ചെങ്കിലും തകർക്കുന്നതിൽ പിഴവുണ്ടായി. കഴിഞ്ഞ ബുധനാഴ്ച ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേലിൻ്റെ അതിർത്തിക്ക് തൊട്ടടുത്ത് വീണിരുന്നു. എന്നാൽ ആക്രമണ മുന്നറിയിപ്പ് മുഴങ്ങാത്തത് സൈന്യത്തെ അമ്പരപ്പിച്ചിരുന്നു. മാർച്ച് 18-ന് ശേഷം ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആക്രമണം തുടങ്ങിയതോടെ 90 ബാലിസ്റ്റിക് മിസൈലുകളും 41 ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് ഹൂതികൾ തൊടുത്തുവിട്ടത്. ഡ്രോണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതിൻ്റെ ഞെട്ടലിലാണ് ഇസ്രായേൽ പ്രതിരോധസേന. ഏലത്തിലെ ആക്രമണത്തിൽ ഡ്രോണിനെ തിരിച്ചറിയാൻ വൈകിയതായി വ്യോമസേനയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രോൺ വെടിവയ്ക്കാൻ അയൺ ഡോമിന് കഴിയാത്തത് അത് താഴ്ന്നു പറന്നതുകൊണ്ടാവാമെന്നാണ് IDFൻ്റെ നിഗമനം. ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. ഡ്രോണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് അന്വേഷിക്കും. പോരായ്മകൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും അധികൃതരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ ആക്രമണത്തിൻ്റെ ഭയത്തിലാണ് എയ്ലാത്തിലെ ജനങ്ങൾ. നഗരത്തിൽ 87 പൊതു ബോംബ് ഷെൽട്ടറുകൾ മാത്രമേ ഉള്ളൂ. അവയിൽ പകുതി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളവ റിമോട്ട് കൺട്രോൾ ലോക്കുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. എയ്ലാത്തിലെ ഔദ്യോഗിക ജനസംഖ്യ ഏകദേശം 58,000 ആഭ്യന്തര മന്ത്രാലയം ഏകദേശം 71,000 താമസക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദിവസേന 10,000 കണക്കിന് സന്ദർശകരും ഏകദേശം 3 ദശലക്ഷം വിനോദസഞ്ചാരികൾ ഒരു വർഷവും എത്തുന്നുണ്ട്. എയ്ലാത്തിന് സമീപമുള്ള റാമോൺ വിമാനത്താവളത്തിലും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. റാമോൺ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ സൈറൻ മുഴങ്ങാത്തത് ആശങ്ക ഉയർത്തിയിരുന്നു. അതീവ സുരക്ഷാ മേഖലയിൽ ഉണ്ടായ ഈ പരാജയത്തിൻ്റെ അന്വേഷണം നടക്കുകയാണ്. പരാജയങ്ങൾ സാങ്കേതിക തകരാറിൽ നിന്നല്ല, മറിച്ച് മനുഷ്യ പിഴവാണ് ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത്.